ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറിയുടെ 40ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ കുട്ടികളെ എ മുതൽ സെഡ് വരെയുള്ള 26 ഇംഗ്ലീഷ് ലെറ്റേഴ്സും പറയുവാനും എഴുതുവാനും പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലേ? അത് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് കുട്ടികൾക്ക് എഴുതുവാൻ പഠിപ്പിച്ചത്. ഇനി നമ്മൾക്ക് നമ്മുടെ കുഞ്ഞു മക്കളുടെ കൈയക്ഷരം നന്നാക്കി എടുക്കുവാൻ വേണ്ടി കോപ്പി എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതലുള്ള ക്ലാസ്സിൽ കോപ്പി റൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ കോപ്പി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ, ഈ 4 ലൈൻസ് ആണ് നമ്മൾ കോപ്പി എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ ഈ 3 ലൈൻസിലാണ് ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നത്. അതായത് സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഈ 4 ലൈൻസും ഉപയോഗിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എഴുതുന്നത് ഇംഗ്ലീഷിലെ ആദ്യത്തെ ലെറ്ററായ ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. അപ്പോൾ ഞാനിവിടെ ഫ്രീ ഹാൻഡ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ ഒന്ന് എഴുതി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? നമ്മൾ റൈറ്റ് സ്ലാൻഡിങ് ലൈൻ ഉപയോഗിച്ചു, ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ ഉപയോഗിച്ചു, ഒരു സ്ലീപ്പിംഗ് ലൈൻ ഉപയോഗിച്ചു. അതെങ്ങനെയാണ് നമ്മൾ എഴുതി പഠിച്ചത്? ദാ ഇങ്ങനെയാണല്ലേ. നമ്മൾ ആദ്യം റൈറ്റ് സ്ലാൻഡിങ് ലൈൻ വരച്ചു, എന്നിട്ട് റൈറ്റ് സ്ലാൻഡിങ് ലൈനിന്റെ മുകളിൽ നിന്നും താഴേക്ക് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ വരച്ചു, എന്നിട്ട് റൈറ്റ് സ്ലാൻഡിങ് ലൈനും ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈനിന്റെയും ഉള്ളിൽ കൂടി നമ്മൾ എന്ത് വരച്ചു? സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഏത് ലെറ്ററായി? ക്യാപിറ്റൽ ലെറ്റർ എ. ഇനി നമ്മൾക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ എയുടെ സ്മോൾ ലെറ്റർ എ എഴുതണം. എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പഠിച്ചേ? സ്മോൾ ലെറ്റർ എ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ഒരു റൈറ്റ് ഓപ്പൺ കർവ് വേണം, ഒരു സ്റ്റാൻഡിംഗ് ലൈനും വേണം അല്ലേ? എങ്ങനെയാണ്? ദാ ഒരു റൈറ്റ് ഓപ്പൺ കർവ് വരയ്ക്കുക, എന്നിട്ട് ഈ റൈറ്റ് ഓപ്പൺ കർവിന്റെ താഴെ നിന്നും റൈറ്റ് ഓപ്പൺ കർവിന്റെ മുകളിലേക്ക് ഇങ്ങനെ മുട്ടിക്കുക, എന്നിട്ട് അവിടുന്ന് താഴേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് സ്മോൾ ലെറ്റർ എ. ഇനി നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ കോപ്പിയിൽ എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. ഇതാ ആദ്യം ടീച്ചർ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ഈ 3 ലൈൻസും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ ലൈനിൽ നിന്നും തുടങ്ങി ഇതാ 3ാമത്തെ ലൈനിലേക്ക് വരച്ചു കൊടുക്കണം, റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ. ഇനി ആദ്യത്തെ ലൈനിൽ നിന്നും 3ാമത്തെ ലൈനിലേക്ക് തന്നെ ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനി നമ്മൾക്ക് സ്ലീപ്പിംഗ് ലൈൻ ആണ് വരയ്ക്കേണ്ടത് അല്ലേ? അതെവിടെയാണ് നമ്മൾ വരച്ചു കൊടുക്കുക? ഇതാ ഈ 2ാമത്തെ ലൈനിന്റെ കുറച്ച് താഴെയായി നമ്മൾ എന്ത് വരച്ചു കൊടുക്കണം? സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എ. ഇങ്ങനെയാണ് നമ്മൾ കോപ്പി ബുക്കിൽ എഴുതുക. എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ എ എങ്ങനെ എഴുതേണ്ടത് നോക്കാം കേട്ടോ. സ്മോൾ ലെറ്റർ എ നമ്മൾ ഈ 2 ലൈനിന്റെയും ഉള്ളിലായിട്ടാണ് എഴുതാൻ പോണത്. കാണിച്ചു തരാം. നമ്മൾ ആദ്യം 2ാമത്തെ ലൈനിന്റെ മുകളിൽ നിന്നും ഇങ്ങനെ തുടങ്ങി ഇതാ ഇങ്ങനെ ഇങ്ങനെ എഴുതാം. അപ്പോ ഇതെന്തായി? സ്മോൾ ലെറ്റർ എ. അപ്പോ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ എ. ടീച്ചറെ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. നമ്മള് ആദ്യത്തെ ലൈനിൽ നിന്നും 3ാമത്തെ ലൈനിലേക്ക് റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ വരയ്ക്കുക, പിന്നെ ആദ്യത്തെ ലൈനിൽ നിന്നും 3ാമത്തെ ലൈനിലേക്ക് തന്നെ ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് 2ാമത്തെ ലൈനിന്റെ കുറച്ച് താഴെയായിട്ട് സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ. ഇനി നമ്മൾ സ്മോൾ ലെറ്റർ എ എങ്ങനെ എഴുതാം? ഈ 2 ലൈനിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സ്മോൾ ലെറ്റർ എ എഴുതാം. എങ്ങനെയാ? ഇതാ റൈറ്റ് ഓപ്പൺ കർവ് വരച്ച് ഇവിടുന്ന് മുകളിലേക്ക് പോയി
അതേ ലൈനിൽ കൂടി തന്നെ സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക അല്ലേ. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ എ. ദാ ടീച്ചർ എഴുതുന്നത് എൻ്റെ കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ചു നോക്കണേ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ എ. ഇനി ഈ ലൈനിലും ടീച്ചർ എഴുതാട്ടോ. എൻ്റെ കുഞ്ഞുമക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇതാ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ എ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ എ. എങ്ങനെയാ നമ്മൾ എഴുതിയേ? ആദ്യത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് റൈറ്റ് സ്ലാൻഡിങ് ലൈൻ വരച്ചു. പിന്നെ ആദ്യത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ വരച്ചല്ലേ. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ലൈനിന്റെ താഴെയായി സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ. ഇനി നമ്മൾ ഈ രണ്ട് ലൈനിന്റെ ഉള്ളിലായിട്ട് സ്മോൾ ലെറ്റർ എ എഴുതും അല്ലേ. ഇതാണ് സ്മോൾ ലെറ്റർ എ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ എങ്ങനെയാണ് കോപ്പി ബുക്കിൽ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ എന്താ വേണ്ടത്? നമ്മൾക്ക് ഇങ്ങനെയുള്ള കോപ്പി ബുക്കുകൾ വാങ്ങാൻ കിട്ടും. അതിൽ ഡോട്ടുകൾ ഇട്ടിട്ട് എഴുതി വച്ചിട്ടുണ്ടാകും. അതിൻ്റെ മുകളിൽ കൂടി എൻ്റെ കുഞ്ഞുമക്കളെ ആദ്യം എഴുതി പഠിക്കാം. എന്നിട്ട് ഇങ്ങനെയുള്ള ലൈനുകളിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ കോപ്പി ബുക്കിൽ എഴുതി പഠിക്കാം കേട്ടോ.